ഈ പരമനാറിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പരമനാറി ഇവനൊക്കെ ഇവന്റെ അമ്മയുടെ അടിപ്പാവാട പൊക്കുന്ന സ്വഭാവം നാട്ടുകാരെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ UDF നേതാക്കന്മാരോട് പറയാണ്, എൻ്റെ ഒരു അപേക്ഷയാണ്, ഈ ഭരണത്തിലെത്തി കഴിഞ്ഞാൽ ഇത്തരം നാറികളെ, നെറികെട്ടവന്മാരെ, തന്തയില്ലായ്മ കാണിക്കുന്ന ഇത്തരം നാറികളെ എടുത്തിട്ട് ദൂരെ കളയണം. സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്യണം. ചേറ്റകള് ഏതായാലും വീട് കണ്ടുക്ക് പോയണോ പലതവണ വന്നു അല്ല, ദിവസം ഒരു 5 പ്രാവശ്യം എല്ലാം വരും. രാത്രി പിന്നെ പൊൽച്ചക്ക് മാറി മാറി ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. കുഞ്ഞിന് പാലെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അന്നേരം തന്നെ ഓലോട് മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരിക. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും 1-1.5 മണിക്കൂറെല്ലാം ചോദ്യം ചെയ്യാ. പിന്നെ വന്നിട്ട് ഇങ്ങനെ 1.5 മണിക്കൂറൊക്കെ ഞാൻ കുളിച്ച് വരുമ്പം തന്നെ ഇവര് വന്ന ഒരു ദിവസം 1.5 മണിക്കൂർ തന്നെ ഇരുന്ന ഇരിപ്പില് ഒരുപാട് നേരം എല്ലാവരും അഡ്രസ്സ് അത് ഇത് ഇങ്ങനെ. ഞാൻ പറഞ്ഞു മറ്റോലോട് ചോദിച്ചു നോക്കുങ്ങള്, അതുപോലെ ഞാൻ തന്നെ പറയണോ എനിക്ക്. പ്രസവിച്ചിട്ട് അന്ന് 15 ദിവസമായിരുന്നു, അതിനിപ്പോ 20ാമത്തെ ദിവസം. പിന്നെയും ചോദിച്ച ചോദ്യം പിറ്റേന്ന് പിന്നെയും ചോദിക്കുക, ഒരാൾ അഡ്രസ്സ് പിറ്റേന്ന് പിന്നെയും ചോദിക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ കാര്യമായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നോട് അറിയും, ഇതന്നെ ഞങ്ങൾക്ക് പണി, ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ ചെറിയ ആൾമാരിയിലൊക്കെ കൈയിട്ട് നോക്കുക. ചെറിയ ആൾമാരിയിൽ ഞാൻ ചോദിക്കും, അപ്പോൾ ഇതിലെന്താ ഒരാൾക്ക് ഒളിച്ച് നിൽക്കാനാവോ, അപ്പം മിണ്ടരുത് എന്നിട്ട് ഭീഷണിപ്പെടുത്തുക. എല്ലാവരും ഒന്നായിട്ട് ഇങ്ങനെ കാര്യം റൂമില് കുറേ നേരം മങ്ങളെല്ലാ റൂമിലും ഓടലാണ്. അകത്ത് കയറിയിട്ട് എല്ലാ റൂമിലും ഒരുമിച്ച് ഞങ്ങൾ 2 മാത്രമേ ഇവിടെ വീട്ടിലുള്ളതിനും. ഞാനും ഉമ്മേ അന്ന് എല്ലാ റൂമിലും ഒരുമിച്ച് പോയിട്ട് അളമാരിയും പിന്നെ ഏങ്കർമ്മലുള്ള എല്ലാം വലിച്ചിടി ഡ്രസ്സെല്ലാം ഉണ്ടായിട്ട്. സംഭവം നടന്ന അന്ന് രാത്രി സിദ്ദീഖ് ഇവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഇപ്പൊ ഉറങ്ങാൻ കിടന്നതാ. ഞാൻ പറഞ്ഞു, അവര് നേരാക്കുന്നില്ല. ഉറങ്ങുന്ന ആളെങ്ങനെയാ അങ്ങത്തുവാന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇവിടെ അകത്ത് ഉറങ്ങുന്നുണ്ട് ആണെ ഞാൻ കുട്ടീനെ കാണിച്ചു ഇവളോട് ചോദിച്ചു ഇവിടെ ഉറങ്ങുന്നില്ലേന്ന്. പക്ഷെ അതൊന്നും ഓൽക്ക് കേൾക്കണ്ടെന്നറിയാം. അതെല്ലാം കോടതി പറഞ്ഞെന്ന് പറഞ്ഞു എന്നോട്. ഒരു ദിവസം 5 പ്രാവശ്യം എല്ലാം വരുന്ന ദിവസമുണ്ട്. പൊൽച്ചക്ക് 2:30 മണിക്ക്, പിന്നെ രാത്രി 10-12 മണിക്ക്, 10 മണിക്ക്, 12 മണിക്ക്, അങ്ങനെ രാവിലെ ഉറങ്ങി നീക്കുമ്പോൾ തന്നെ വരിക. അപ്പം പറയും നിങ്ങൾ ഉറക്കെല്ലാം ബുദ്ധിമുട്ടാക്കുന്ന തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞാള് മാത്രം ഇങ്ങനെ വേണ്ടെന്ന് പറയും. ചെറിയ മോളും ഞാൻ അവളോട് പറഞ്ഞു, ഫസ്റ്റിൽ തന്നെ അന്നേരം നിങ്ങൾ എൻ്റെ മോള് പ്രസവിച്ച് കിടക്കുന്ന ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോള് പ്രസവിച്ച പാടുള്ളതാ, അതുകൊണ്ട് നിങ്ങളോളെ ബുദ്ധിമുട്ടാക്കരുത്. ഓളോട് ചോദ്യം ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഓൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ അടിയുണ്ട് എന്ന് പറയുന്നത് ഞാൻ അടിയുടെ സംഭവം അറിയരാ. ഓൻ ഇവിടെ വീട്ടിൽ ഉറങ്ങുന്നുണ്ട്. പിന്നെ ഈ മോളാകെ ഇതായിട്ട് നിങ്ങളോളെ ബുദ്ധിമുട്ടാക്കരുത് അതൊന്നും പറഞ്ഞാൽ അതൊന്നും ഞങ്ങളോട് പറയണ്ട. പോലീസ് വന്ന എന്നെ വിളിക്കരുത്, എന്നെ മൂടി പൊതിച്ച് വെക്കണം അറിയോ കുട്ടി പേടിച്ചിട്ട്. ഇവലിങ്ങനെ ഭയങ്കര മുട്ട, ഡോറിന്റെ മുട്ട, അങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടല്ല, അതിലും വലിയ മുട്ട. ഞാൻ ഉറങ്ങി തെളിയ തന്നെ ഒരു ഞെട്ടലവിടെ, അത്രയും വലിയ സൗണ്ടിൽ മുട്ടിയിട്ട് കുട്ടികളെല്ലാം പേടിച്ചിട്ട് ഇങ്ങനെ കരച്ചല്ല. പൊലിച്ചൊക്കെ ഉറക്കത്തിൽ എണീച്ചിട്ട് ഇങ്ങനെ കരിയൂ. പിന്നെ ഉപ്പ എന്തെങ്കിലും ചെയ്യും, ഞാളെല്ലാം ചെയ്യും എന്നുള്ളൊരു പേടി കുട്ടികളുടെ മനസ്സ് കുടുങ്ങിപ്പോയി. ഭയങ്കര കരച്ചിലും ഉറക്ക് വരുന്നില്ല. എനിക്കാണെങ്കിൽ ഞെട്ടി ഉറക്ക് വരുന്നില്ല. കുഞ്ഞിനിങ്ങനെ ഉറങ്ങുന്ന സമയത്തൊന്ന് കിടക്കണം നേകമേ ഇവര് വന്ന് മുട്ടുന്നത്. അപ്പം കിടക്കാനോ ഉറങ്ങാനോ ഒന്നിനും ആകുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടിക്കല്ല എന്നാണ്. ഞാൻ പറഞ്ഞേ എൻ്റെ മോളെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്, അവള് പ്രസവിച്ച പാടുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ പിന്നെ എന്തെന്നാ ചോദിക്കണേ വെച്ചാലും അത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഓൻ ഇവിടെ ഉണ്ട് സ്ഥലത്ത്, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത്? ഞാടാ പിന്നെ ഓളാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല, അവൾ പ്രസവിച്ച പാടില്ലാണ്ട് ഒരു കുഞ്ഞിന് പാല് കൊടുക്കാനാണല്ലോ. ഇപ്പം കുഞ്ഞിന് പാലും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടാക്കി ഇങ്ങനെ എല്ലാ ദിവസവും രാത്രിയും രാവിലെ ആയിട്ട് ഇങ്ങനെ പകലും 2, 3, 4 പ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ അടങ്ങാറാക്കല്ലേ എന്നെ ഇങ്ങനെ പറയുന്നു. രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സാറ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. മറ്റു പറഞ്ഞിട്ടൊന്നും ഒരു ഇതും ഇല്ല. ഞാൻ പറഞ്ഞ ചെറിയ കുട്ടിയെ ഇങ്ങനെ കരയുന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു ദയവില്ലാത്ത പെരുമാറ്റവും ഒന്നും നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റൂല. ഒരു ദിവസം എൻ്റെ ഫോണ് പിടിച്ച് വാങ്ങിച്ച് കയ്യിൽ നിന്ന് ഞാൻ ഫോൺ എന്തിനാന്ന് ചോദിച്ചിട്ട് ഫോണ് കയ്യിൽ നിന്ന് പിടിച്ചേറ്റി വാങ്ങുക ചെയ്ത്. ഇല്ലാത്തൊരു രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകൾ വരാറുണ്ട്. ആ സംഭവത്തിലൊക്കെ പോലീസ് പലപ്പോഴും പിന്നെ വീടുകൾ വരാറൊക്കെ ഉണ്ട്. അതേസമയം തന്നെ ഇങ്ങനെ ഒരു പ്രസവിച്ച് ഇത്രയും ദിവസമായ കഴിഞ്ഞ കുട്ടിയും ഉള്ള വീടാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ദിവസം തന്നെ 4-5 തവണ രാത്രിയും പാതിരാത്രിയൊക്കെ വന്നു എന്നുള്ള
കാര്യമാണ് അവർ പറയുന്നത്. മാത്രമല്ല ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പലവണ ഇക്കാര്യം പറഞ്ഞിട്ട് പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു എന്നുകൂടി അവർ ആരോപിക്കുന്നത്. എന്തായാലും പോലീസ് അതിക്രമം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്തായാലും